Hi, Namaste, welcome back viewers, welcome back to my channel Vintada. മാർക്കറ്റ് സൈഡ് വേസ് ആയിക്കോട്ടെ റേഞ്ച് ആയിക്കോട്ടെ കറക്റ്റ് ബ്രേക്ക് ഔട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ ബജാജ് ഓട്ടോയുടെയും അതേപോലെ നിഫ്റ്റി എന്ന് പറയുന്നത് കൺസോളേഷൻ മാർക്കറ്റ് ആയിരുന്നു. ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ട് ഒരു ബൈ ട്രേഡ് കിട്ടിയല്ലാണ് നമുക്ക് അവിടെ നിന്ന് ഇത്രയും നേരം വരെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് തങ്ങി നിൽക്കുന്നില്ല, സെല്ലിലേക്കും പോകുന്നില്ല ബൈയിലേക്കും പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു ട്രേഡ് നമുക്ക് എങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ MCX മാർക്കറ്റ്, ഫോറക്സ്, അങ്ങനെ എല്ലാം മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. ഇന്നത്തെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു തരും. കറക്റ്റ് ഗൈഡൻസ് സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വർക്കൗട്ട് ആവും സ്ട്രാറ്റജിയും ഞാൻ ലൈവിൽ കാണിച്ചു തരും. നിങ്ങൾ ലൈവ് പെർഫോമൻസ് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ബജാജ് ഓട്ടോയിൽ കാണിച്ചു തരാം ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ബജാജ് ഓട്ടോയിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീൻ കളർ അപ്പ് ആരോ ആണ് ബൈസിക്കിളിൽ വരുന്നത്, അതേപോലെ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്തൊരു സിഗ്നൽസ് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് നമുക്ക് മുകളിൽ അതിൻ്റെ ടൈമിങ്ങും എൻട്രി പോയിന്റ് ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ക്യാൻഡിൽ കളർ ഗ്രീൻ വരുമ്പോൾ താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ വരണം. അപ്പോൾ ഇതിനകത്ത് റെഡ് വരികയാണെങ്കിൽ അതേപോലെ സെല്ല് ക്യാൻഡിൽ കളർ റെഡും താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് ആയിരിക്കണം. അപ്പോൾ റെഡും ഓക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് എടുത്ത് ഇതാണ് സപ്പോർട്ട് ലെവൽ. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ നല്ല താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റും ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ താഴേക്ക്. അപ്പോൾ ഇവിടുന്ന് മിസ്സായ ട്രേഡ് ഇവിടുന്ന് എടുക്കാം. ഇന്നത്തെ അതുപോലെ ബൈ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നേരെ കയറി രണ്ടാമത് ബ്രേക്ക് പോയി. ഇപ്പോൾ ഇവിടെ നല്ല കയറ്റം മാർക്കറ്റ് കയറിയിട്ട് അപ്പം ടോട്ടൽ 152 പോയിന്റോളം നമുക്ക് ബൈയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ കൺസോളേഷൻ മാർക്കറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ട്രേഡിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. ഗ്യാപ്പിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ കയറി എടുക്കരുത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ടാണ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുന്നാണ് പെർഫെക്റ്റ് ട്രേഡ് വന്നിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 24,203 നമ്മളെടുത്ത പോർഷൻ ഇവിടം വരെ മാർക്കറ്റ്, അതായത് 337 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ടും റിവേഴ്സും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് പോകുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് എക്സിറ്റ് ചെയ്യുന്ന പോർഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സൈഡ് വേസ് വരെ സൈഡ് വേസ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി കമ്മോഡിറ്റി മാർക്കറ്റ് ടൈം ഫ്രെയിം നമ്മൾ 15 മിനിറ്റ് വെച്ചാൽ മതി. മറ്റതിലാണ് 5 മിനിറ്റ്സ്. അപ്പോൾ ഈ 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പിന്നത്തെ ക്രൂഡ് ഓയിലിൽ അവിടെ ഒരു ട്രേഡ് ഇല്ല. സൈഡ് വേസ് ആണ് ഫുള്ള് കാണിക്കുന്നത്. കളർ ചേഞ്ചിലൊരു ട്രേഡ് ഇല്ല. അപ്പോൾ സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് ഇവിടെ കാണിക്കുന്നത്. താഴെ റെഡ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമില്ല. ക്യാൻഡിൽ കളർ ഓറഞ്ച് ആണ്, നമുക്കൊരു ട്രേഡ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്ന കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ 8 സ്ട്രാറ്റജിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.